എന്താ വെച്ചാൽ പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മുഖ്യമന്ത്രി ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കാണ്. ശ്രീ വി ഡി സതീശൻ നിങ്ങൾ ഒറ്റയ്ക്കാണ് മുഖ്യമന്ത്രി. നിങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണയില്ല, നിങ്ങൾക്ക് മറ്റു മന്ത്രിമാരുടെ പിന്തുണയില്ല. ഇത് പുറത്ത് ഒരു വശത്ത് പോലും ഇത് വിശദീകരിക്കാൻ, അങ്ങ് എന്താണോ ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ ഒരു മന്ത്രിയോ ഒരു പാർട്ടി വക്താക്കളോ ചർച്ചയിൽ തയ്യാറാകുന്നില്ല. അവർക്കത് അറിയില്ലാഞ്ഞിട്ടാണോ അത് വേണ്ട എന്ന് വിശ്വസിച്ചിട്ടാണോ എന്ന് അങ്ങേക്കാണ് കൂടുതൽ അറിയുക. അതുകൊണ്ട് പറയാൻ അങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങ് തന്നെ അത് വിശദീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഇതിൽ ഈ പറഞ്ഞ കൂട്ടുത്തരവാദിത്വം എന്നൊക്കെ പറയും. ഇന്നലെ വരെ എന്തായിരുന്നു വാർത്ത? എം ലിജു എക്സൈസ് മന്ത്രി അതാ മുഖ്യമന്ത്രിയോട് അതൃപ്തി അറിയിക്കാൻ പോകുന്നു. പോയോ? കണ്ടോ? അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല. ഈ തരത്തിൽ പരുവപ്പെടുത്തുന്നതിൽ, പ്രതിപക്ഷത്തിന്റെ വാചകങ്ങൾ എടുത്തു പറയുന്നതിൽ കോൺഗ്രസിലെയും അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ലീഗിലെ ചില മന്ത്രിമാർ പോലും, അതായത് കുട്ടികൾ മദ്യം കുടിക്കും എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞത് ഏറ്റു പറഞ്ഞിരിക്കുന്നത് കെ എം ഷാജിയാണ്. കുട്ടികൾക്കാണോ ബൊക്കയിൽ നിന്ന് മദ്യം വിൽക്കുന്നത്? കുട്ടികൾക്കാണോ ബാറിൽ നിന്ന് മദ്യം വിൽക്കുന്നത്? അപ്പോൾ എന്താണോ ഈ പറയുന്ന നെറേറ്റീവ് പ്രതിപക്ഷം സൃഷ്ടിച്ചിരിക്കുന്നത് അത് ഏറ്റു പറയുന്ന, കാര്യം പഠിക്കാതെ പറയുന്ന, അങ്ങനെ തന്നെ ഞാൻ പറയും, കാര്യം പഠിക്കാതെ പറയുന്ന മന്ത്രിമാരും ഇവിടെയുണ്ട്. അത് ലീഗിലെ മന്ത്രിയാണ് ഞാൻ പറഞ്ഞത്. കെ എം ഷാജിയുടെ പ്രതികരണമാണ് ഞാൻ കണ്ടത്. ശരിയാണ്. ഇതിൽ എന്താണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്? ഇതിൽ ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം, അത് നിവർത്തിക്കണം എന്നുള്ളതാണ്. അത് നിവർത്തിക്കുമോ എന്ന് നാളെ നോക്കാം. നിവർത്തിച്ചില്ലെങ്കിൽ അതിൽ പിന്നാക്കം പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലെന്നേ. നിവർത്തിച്ചില്ലെങ്കിൽ പിന്നാക്കം പോകേണ്ടി വരും. അത് നിവർത്തിക്കാൻ കഴിയുന്ന ന്യായീകരണം മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പറയണം. പല കാര്യങ്ങളും ഞാൻ ഇന്നലെ പറഞ്ഞ പല കാര്യങ്ങളും ഈ പറയുന്ന ഈ ചിട്ടവട്ടങ്ങളിൽ, ബജറ്റാണല്ലോ, ബജറ്റിന് മറുപടി പറയുമെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്ന വിഷയത്തിൽ ഒരുപക്ഷെ അതല്ലാതെ മറുപടി പറയേണ്ടി വരും. അത് ഈ പറയുന്ന ഈ ക്യാബിനറ്റ് യോഗത്തിന് ശേഷമുള്ള വിശദീകരണമായോ ബജറ്റ് കാര്യമായതുകൊണ്ട് സഭയിൽ മാത്രം മറുപടി പറയാമെന്നോ എന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അങ്ങ് ഒറ്റയ്ക്കാണ് എന്ന് അങ്ങ് ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങക്ക് മാത്രമേ വിശദീകരിക്കാൻ പറ്റൂ. ഇനി വേറെ ചില കാര്യങ്ങളുണ്ട്. അങ്ങ് ഒറ്റയ്ക്കാവുന്നു എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിൽ അങ്ങ് കൂട്ടായി ആലോചിക്കേണ്ടതുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നാളെ കുഴപ്പമാകുമെന്നുള്ള വിഷയങ്ങളാണ്. ഇത് നയം വന്നിട്ടില്ല എങ്കിൽ കൂടിയും ഇതിൽ ഈ പറഞ്ഞ ഒരു നികുതി നിശ്ചയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എക്സൈസ് മന്ത്രിയോട് ഇക്കാര്യം സംസാരിക്കാമായിരുന്നു. അപ്പോൾ അവർക്ക് കൂടി അത് വിശദീകരിക്കാമായിരുന്നു. ഇതിപ്പോൾ പാർട്ടി വക്താക്കളായി ചർച്ചകളിൽ വരുന്നവർക്ക് പോലും ഇത് എന്ത് പറയാൻ പറ്റുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.